ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഹരിശങ്കർ രോഹിത്തിനോട് പറയുന്നുണ്ട്, താഴെ എല്ലാവരും ഉറങ്ങിയിട്ടില്ല, ഇന്ന് എല്ലാവരും ഉറങ്ങാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ ഇവിടെ ഉത്സവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ രോഹിത്തിനോട് ഹരിശങ്കർ ചോദിക്കുന്നുണ്ട്, എടാ എന്നാൽ ലാപ്ടോപ്പ് ഒന്ന് തരുമോ, കുറച്ച് നേരം സമയം കളയാനാണ്, ഒന്ന് എല്ലാവരും ഉറങ്ങണ വരെ സമയം കളയാനാണ്, കുറച്ച് നേരം എന്തൊക്കെ കാണാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ താഴെ ഞാൻ സൈറ്റിൽ കയറി നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അപ്പോൾ അവൾ വിളിക്കണ വരെ ഞാൻ കാക്കട്ടെ, അത് സമയം കളയട്ടെ എന്നൊക്കെ പറയണ്ട. അവൻ എന്തായാലും അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ഉറങ്ങുന്നുണ്ട്. രോഹിത്തിനോട് ഉറങ്ങാൻ പറയുന്നുണ്ട് ഹരിശങ്കർ. രോഹിത്ത് കടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ രോഹിത്ത് എണീറ്റ് നോക്കുമ്പോൾ ഹരിശങ്കർ അടുത്തുനിന്ന് കാണാനില്ല. ഹരിശങ്കർ എവിടെയെന്നൊക്കെ തപ്പണ സമയത്താണ് ഹരിശങ്കർ ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ഇന്നലത്തെ രാത്രിത്തെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ അവൾ രാത്രി വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി, അവൾക്ക് ഞാൻ മോതിരം കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് രാവിലെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അവൾ രാവിലെ എണീറ്റ് വിളിച്ചിട്ട് എനിക്ക് 2 ബുൾസായി ഒക്കെ ഇട്ട് തന്നു. ഇപ്പോൾ എനിക്ക് 2 ബുൾസായൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഉഷാറായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിശങ്കർ പറയുന്നത്, എനിക്ക് എന്തായാലും ക്ലാസ് ഉണ്ട്, ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരിശങ്കർ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ്. രേവതി കുട്ടിയാണെങ്കിൽ തുടയ്ക്കണ സമയത്ത് ഒരു റൂം ഏത് സമയത്തും പൂട്ടിയിട്ട് കിടക്കുന്നത് കാണാം. അവൾ ആ റൂമിൻ്റെ ചാവിയൊക്കെ തപ്പിപ്പിടിച്ച് വന്നിട്ട് ആ റൂം തുറക്കുന്നുണ്ട്. തുറന്ന സമയത്ത് ഒരു പല്ലി അങ്ങോട്ട് താഴ്ത്തി വീഴും. അവൾ ആകെ പേടിച്ചിട്ട് പറിച്ചിട്ട് അവൾ അയ്യോ ഒന്നും വേണ്ട പറഞ്ഞ റൂം പിന്നെയും പൂട്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജ്യൂസ് കുട്ടി അങ്ങോട്ട് വരുന്നത്. ജ്യൂസ് കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഏത് നേരം ആ റൂം അവളെ പൂട്ടിയിട്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, അത് ഏതെങ്കിലും ഫർണിച്ചർ അവൾ പഴയ ഫർണിച്ചറിൽ ഇട്ടിരിക്കാവും, അത് അടച്ചു വെച്ചിരിക്കാവും, ഞാൻ വന്നേ മുതൽ അത് അങ്ങനെ പൂട്ടി കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോസൂട്ടിയേട്ടൻ വന്നിട്ട് എത്ര ദിവസമായി പറഞ്ഞു, ഞാൻ 2 കൊല്ലമായി വന്നിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിനക്ക് ഏത് നേരം പണിയാണല്ലേ പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, എന്നോട് ഇവർ ഒന്നും ചെയ്യണ്ട പറയും, പക്ഷേ എനിക്കതൊരു സമാധാനമില്ല, ഞാൻ എൻ്റെ വീടിനെ പോലെ ഒക്കെ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ മാമച്ചൻ കുറച്ച് പഞ്ചാരേനല്ലേ പറയുമ്പോൾ, ആ കുറച്ച് നല്ല പഞ്ചാരയാണ്, അതുകൊണ്ട് ഞാൻ കക്കരിക്കും പാവയ്ക്ക ജ്യൂസും ഒക്കെ കൊടുക്കാറുണ്ട് പറയുമ്പോൾ, നീ എന്താ പൊട്ടിയാണോ, എന്നെ ആരും അങ്ങനെ പൊട്ടിയെന്നൊന്നും വിളിക്കാറില്ല, നിങ്ങളല്ലാതെ വേറെ ആരും എന്നെ പൊട്ടിയെന്ന് വിളിക്കുക, ഞാൻ എല്ലാറ്റിനും ക്ലാസ് ഫസ്റ്റാണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ പണിക്കാരത്തിയാണ് നീ വന്ന് പണി ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞ് ജോസിറ്റി കളിയാക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പറയുമ്പോൾ, എനിക്കൊരു സഹായം വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അനക്കിപ്പോൾ ആ മേലത്തെ റൂമും കൂടി വൃത്തിയാക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ പറയുമ്പോൾ, എനിക്ക് അതന്നെ സമാധാനമുള്ളൂ പറയുമ്പോൾ ജോസൂട്ടി പിന്നെ അത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്ത് വീട്ടിലേക്ക് വരുന്നതാണ്. പിന്നെ കാണിക്കും രോഹിത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അലീന വന്ന് തുറക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ അപ്പോൾ ക്ലാസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞാൻ ലീവാക്കി പോന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തിനാ ഈ നേരം വാതിലിന് ഏത് നേരം അടച്ചിടണമെന്ന് പറയുമ്പോൾ, ഞാൻ ഏത് നേരം അടുക്കളയിലാവും, വല്ല കള്ളന്മാർ വന്നാൽ ഞാൻ അറിയില്ല എന്നൊക്കെ അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത്ത് എന്തായാലും മേലെ കയറി പോണ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചില്ലേ ചോദിക്കുന്നുണ്ട്. എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നുന്നു, എനിക്കൊരു ചായ തായോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അലീന ചായ ഇടാൻ പോകുന്നുണ്ട്. രോഹിത്ത് മേലേക്ക് പോകുന്നുണ്ട്. ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലേക്ക് ചായ അലീന കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, രോഹിത്തെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മേലിന് എന്താ ചോദിക്കുന്നുണ്ട്, വായോ ചായ കുടിക്കാൻ വായോ പറയുമ്പോൾ, ചായ മേലേക്ക് കൊണ്ടുവന്നാൽ മതി പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കേണ്ടേ കണക്ക് പറയുമ്പോൾ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വെറും ചായ മാത്രം മതി പറയുമ്പോൾ, എന്തായാലും അലീന ചായ മേലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് തലവേദന എന്ന് പറയുമ്പോൾ, മാറിയിട്ടില്ല പറയുമ്പോൾ, എന്നാൽ ഞാൻ മരുന്ന് എടുത്തിട്ട് വരട്ടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു പെയിൻ ബാം ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരട്ടെ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിക്കേണ്ടത്, എന്താ മെഡിസിൻ കിറ്റ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ഇല്ല, ഞാൻ സ്നേഹനികേതനുള്ള സമയത്ത് അവിടെ എല്ലാവരും രോഗികളെ, അവർക്ക് എപ്പോഴാണ് എന്താ ആവശ്യം വരിക എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടൊക്കെ ഞാൻ കരുതി വെച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഈ നികേതൻ എന്ന് ചോദിക്കേണ്ടത്, അത് ഒരു ഓർഫനേജാണ്, അവിടെ എല്ലാവരും അനാഥകളൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനില ചോദിക്കേണ്ടത്, എന്തിനാണ് നീ ഈ റൂമൊക്കെ ഇങ്ങനെ വലിച്ചും വാരിയിട്ടുണ്ട്, നീ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ, കഴുകിയ തുണിയും കഴുകാത്ത തുണിയും ഒക്കെ എന്താ ഈ ഒരുമിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, കഴുകിയ തുണിയൊക്കെ അലീന മടക്കി അലമാറയിലേക്ക് വെക്കുന്നുണ്ട്. അലമാറയിലേക്ക് വെക്കുന്ന സമയത്ത് ആ രോഹിത്ത് പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. രോഹിത്ത് പറയേണ്ട അലീനോട്, നിന്നെ കാണാൻ എന്ത് ചന്ത, നീ ഒരു ഓർഫനേജത്തെ കുട്ടിയാണെന്നൊന്നും തോന്നില്ല, നിന്നെ കാണാൻ എന്ത് ചന്ത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് അലീനയ്ക്ക് വല്ലാത്ത പേടിയും വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ തടയണ സമയത്ത് രോഹിത്തിനോട് പറഞ്ഞ് കൈയ്യെടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് കൈയ്യെടുക്കണില്ല. അപ്പോൾ നീ കൈയ്യെടുക്കുക പറയുമ്പോൾ, നീ ആരാന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് രോഹിത്ത് അവളോട്. അവൾ പറയുന്നത്, ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം വന്നിട്ട് കൈ തട്ടി മാറ്റിയിട്ട് അവൾ താഴത്തേക്ക് പോകുന്നുണ്ട്. അവൾ വല്ലാത്ത വിഷമിച്ച് കരഞ്ഞിട്ടാണ് താഴത്തേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞിട്ട് അവൾ ഇങ്ങനെ തൊഴുതിട്ട്, ദൈവമേ എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാനുള്ളത്, രോഹിത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അലീന ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവന് അതിൽ ഉപ്പ് അധികമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജ പറയണ്ടേ, എവിടെ ഞാനൊന്ന് നോക്കട്ടെ, ഉപ്പ് അധികമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഉപ്പും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് തട്ടി മാറ്റിട്ടുണ്ട്. പ്ലേറ്റ് താഴെ വീണ് പൊട്ടിട്ടുണ്ട്. അപ്പോൾ അവളുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ പ്ലേറ്റ് താഴെ ഇട്ടാനെ, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസിയമ്മോട് ചോദിക്കുന്നുണ്ട് ആ റൂമിൽ എന്താ, ആ റൂം എന്തെങ്കിലും അടച്ചിട്ടുണ്ടെന്നൊക്കെ ഗ്രേസിയമ്മോട് ചോദിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അലീന മിറ്റടിച്ച് വരുന്നത്. ആ മിറ്റടിച്ച് വരുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് ഈ കുഞ്ഞുമോളുള്ള സമയത്ത് ഇതിനേക്കാൾ നേരത്തെ പണി ഒരുങ്ങിയിരുന്നു, നീ ഉള്ള സമയത്ത് ഒന്നും ഒരുങ്ങണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കുഞ്ഞുമോൾ ചെയ്ത പോലെ ഞാൻ ചെയ്താൽ മതിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല, നീ ചെയ്യണ പണി നീ തന്നെ വൃത്തിക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഡത്തിന് അറിയാം ഞാൻ ചെയ്യണ പണിക്കൊക്കെ വൃത്തിയുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അലീന വൈജയെ കളിയാക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.